ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അമലോത്ഭവ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് പറയാൻ. പക്ഷേ ഞാൻ പറയാൻ ഇതാക്കുന്നില്ല. ആദ്യമായിട്ട് ഈ പള്ളിയിൽ ഇവിടെ വന്നതിന് ശേഷം അമ്മ മാതാവിനോട് എനിക്ക് ഒരു ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളിത് വിറ്റ് പോകാനായിരുന്നു. പക്ഷേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് വിറ്റ് പോകാൻ എന്നെ അനുവദിക്കരുത്, എനിക്ക് ഒരു വീടും കൂടെ കെട്ടി എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ച് പോണേന്ന്. അതനുസരിച്ച് ഞങ്ങൾ തയ്യാറാവുകയും മാതാവ് എനിക്ക് 5 പൈസ കയ്യിലില്ലാതെ ഒരു വീട് ഫസ്റ്റ് ഞങ്ങൾ ശരിയാക്കി തന്നു. അതിനുശേഷം എനിക്ക് സുഖമില്ലാതെ വന്നു. അതിൻ്റെ കടങ്ങൾ തീർന്നില്ല. അതിന് മുമ്പേ എനിക്ക് ക്യാൻസർ അസുഖം വന്നു. അതിൽ നിന്ന് മാതാവിനോട് ഞാൻ അപേക്ഷിച്ചു. മാതാവ് എനിക്ക് ആ അസുഖത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി. അതിന് ഈ പള്ളിയിലും എല്ലാവരുടെയും പ്രാർത്ഥനയും അമ്മ മാതാവിൻ്റെ ഈശോൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടും എന്നെ അതിൽ നിന്നും എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചു. അതിനുശേഷം എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട്. അതിനുശേഷം ജോസഫ് ഭർത്താവിന് അറ്റാക്ക് വന്നു. ആ സമയം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ മാതാവായിട്ട് എനിക്ക് തോന്നി. ആളെ കൊണ്ടുപോയി ചെക്കപ്പിന് പോയി. അപ്പോൾ അവർ ചോദിച്ചത് ആൾ റിപ്പോർട്ട് കിട്ടിയിട്ട് ആൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉടനെ അവർ ICUയിൽ കൊണ്ടുപോയി. അവർ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മോൾക്ക് വേണ്ടിയാണേലും മോളുടെ കല്യാണം സന്തോഷമായിട്ട് അത് നടത്തുന്ന ഞങ്ങൾക്ക് ഇപ്പോഴും കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ വരുന്ന സമയത്ത് അമ്മ മാതാവിനോട് ഞാൻ എപ്പം എൻ്റെ ഏത് സാഹചര്യത്തിലും ഞാൻ വിളിച്ച് അപേക്ഷിച്ചാൽ അമ്മ ഓടിയെത്തും എൻ്റെ അടുത്ത്. അമ്മ ഏതെങ്കിലും ഒരു സഹായത്തിലൂടെ എന്നെ ഒഴിവുകൾ തന്ന് മാതാവ് എന്നെ ഓരോ ദിവസവും എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് വരുന്നു. സമാധാനമില്ലാത്ത സമയത്താണ് ഞാൻ അമ്മയോട് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് അമ്മ എന്നെ ഏതെങ്കിലും വിധത്തിലൂടെ എനിക്ക് സമാധാനം തന്ന് കുടുംബത്ത് ഞങ്ങൾക്ക് സമാധാനം തരും. പിന്നെ ഇപ്പോഴും അതുപോലെ തന്നെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ മകന് വേണ്ടി ഞാൻ ഒത്തിരിയും കഷ്ടപ്പാടുകളും വേദനകളും കണ്ണുനീരും പൊഴിച്ചാണ് ഇപ്പോൾ എൻ്റെ മകന് അമ്മ മാതാവ് ഒരു വഴിക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യം പറയും. എൻ്റെ മകനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്ത് ഇപ്പോൾ ശാന്തിയും സമാധാനവും കണ്ണുനീരില്ലാത്ത ഒരു ദിവസങ്ങൾ കുറവായിരുന്നു എൻ്റെ വീട്ടിൽ. പക്ഷേ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് അമലോത്ഭവ മാതാവ് എന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഞാൻ ഈ ബാംഗ്ലൂർ വന്ന് അന്ന് തൊട്ട് ഞാൻ അമ്മ മാതാവിനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ വഴിയായി എൻ്റെ ഈശോ എനിക്ക് അത്രയും അനുഗ്രഹങ്ങൾ ഈ ബാംഗ്ലൂരിൽ എനിക്ക് എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ അമ്മ എൻ്റെ ഈശോയും എൻ്റെ കൂടെ അനുഗ്രഹത്തിനുള്ളത് കൊണ്ട് ഞാൻ ആരെയും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ മാതാവിനെ ഞാൻ വിളിക്കും. ഈശോയോട് പറഞ്ഞ് നീ എനിക്കിത് സാധിച്ചു തന്നെയെന്ന്. ഓരോ കഷ്ടതകളും വിഷമങ്ങളും വരുമ്പോഴും ഞാൻ അമ്മേനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ആ അമ്മ എൻ്റെ കൂടെ അടുത്തുണ്ട്. അമ്മയുടെ ഇവിടെ ഈ ഇതിട്ടിട്ട് അമ്മേൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ, അന്ന് എനിക്ക് വരാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് തന്നെ അമ്മ എന്നെ അനുഗ്രഹിച്ച് എനിക്കിവിടെ വരാൻ പറ്റുമോ, അമ്മേൻ്റെ ആ ഉടുപ്പിട്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും എന്നെ സാധിച്ചു. എങ്ങനെ എൻ്റെ അമ്മയ്ക്ക് നന്ദി പറയുന്ന തരത്തില്ല. ഓരോ ദിവസവും എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എന്നും ഞാൻ വിചാരിക്കുന്നത് ആരും എൻ്റെ കാര്യത്തിലല്ല, ആരും മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ നമ്മുടെ അമ്മ ഒരിക്കലും നമ്മളെ കൈവിടില്ല. അമ്മ നമ്മുടെ അടുത്തുണ്ട്. ഒരിക്കലും നമ്മളെ ദൂരെ പോകുകയില്ല. നമ്മളെ വിളിച്ച ആ സമയത്തെ അമ്മയും എൻ്റെ ഈശോയും കൂടെ വന്ന് നമ്മളെ സഹായിക്കും. ആ ഒരു ഇതിൽ നിങ്ങൾ ആരാണേലും അമ്മേനെ വിളിച്ച് ഇനി എൻ്റെ ഒരു അപേക്ഷ, എല്ലാവരും അമ്മേനെ വിളിച്ച് അപേക്ഷിക്കുക. ഈശോയോട് പറഞ്ഞ് അമ്മ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും. എപ്പോഴും ഈശോയും അമ്മയും നമ്മുടെ കൂടെ അനുഗ്രഹത്തിനുണ്ടാവും. എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് വെച്ചാൽ കോടാനുകോടി നന്ദികൾ പറഞ്ഞാലും ഇത് അവസാനിക്കില്ല. അതുകൊണ്ട് ഈ ഇടവകയിൽ ദേവീസ് അച്ഛനും കൊച്ചച്ഛനും എല്ലാവർക്കും, ഈ ഇടവകയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമാപിച്ചു. താങ്ക് യു.